നെറ്റ്വർക്ക് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അറേബ്യൻ ജ്വല്ലേഴ്സ് പയ്യന്നൂർ ആൻഡ് തൃക്കരിപ്പൂർ, കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ, സ്കൈ ഗോൾഡ് പത്തരമാറ്റിന്റെ ആത്മബന്ധം, സുനിത ഫർണിച്ചർ, സുനിത ടവർ, താവക്കര, കണ്ണൂർ. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി പൂർത്തിയായി. പയ്യന്നൂർ നഗരസഭയിൽ 118 സ്ഥാനാർത്ഥികൾ. കലുങ്ക് നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നു. രാജഗിരി കാനംവയൽ റോഡിൽ ബസ് ഗതാഗതം നിലച്ചിട്ട് 1 മാസം. പയ്യന്നൂർ കാർണിവൽ സംഘാടക സമിതി ഓഫീസ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സി കൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. മാതമംഗലം ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്തെയും ബസാറിലെയും കടകളിൽ നിന്നും ഹെൽത്ത് സ്ക്വാഡ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. പഴയങ്ങാടിയിൽ KSTP റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി ഓവുചാൽ ഉയർത്തിയത് വ്യാപാരികൾക്ക് ദുരിതമാവുന്നു. വിശദമായ വാർത്തകളിൽ ആദ്യം തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി പൂർത്തിയായി. പയ്യന്നൂർ നഗരസഭയിൽ 118 സ്ഥാനാർത്ഥികൾ. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് പത്രിക പിൻവലിക്കാനുള്ള സമയം ശനിയാഴ്ച വൈകുന്നേരം 3 മണിയോടെയാണ് പൂർത്തിയായത്. ഇതോടെ മത്സരത്തിന്റെ ഏകദേശ ചിത്രം വ്യക്തമായി. പയ്യന്നൂർ നഗരസഭയിൽ ആകെ 118 സ്ഥാനാർത്ഥികളാണുള്ളത്. 245 പേരാണ് പത്രിക സമർപ്പിച്ചത്. ഇതിൽ 5 പത്രികകൾ വരണാധികാരി തള്ളി. ബാക്കിയുള്ള 240 പത്രികകളിൽ 132 പത്രികകൾ പിൻവലിച്ചാണ് നിലവിൽ 118 സ്ഥാനാർത്ഥികളായത്. രാമന്തളി പഞ്ചായത്തിൽ 74 പേരാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. ഇതിൽ 28 പേരും പിൻവലിച്ചവരിൽ പെടുന്നു. 46 പേരാണ് ഇനി മത്സരരംഗത്തുള്ളത്. ഇതിൽ കോൺഗ്രസ്, മുസ്ലിം ലീഗ് ചേരിതിരിഞ്ഞ് മത്സരിക്കും. അവസാന നിമിഷം കോൺഗ്രസ് നൽകിയ 5 പത്രികകളിൽ 4 പേരാണ് പിൻവലിച്ചത്. ഇതിൽ 11 സീറ്റിൽ കോൺഗ്രസും 8 സീറ്റിൽ മുസ്ലിം ലീഗും മത്സരിക്കും. 15 സീറ്റിൽ CPM-ഉം 11 സീറ്റിൽ BJP-യും സ്വതന്ത്രയായി 1 സീറ്റിൽ വനിതയും മത്സരിക്കും. ആകെയുള്ള 15 സീറ്റിലാണ് മത്സരം. പെരിങ്ങോം വയക്കര പഞ്ചായത്തിലും തെരഞ്ഞെടുപ്പിന്റെ ചിത്രം തെളിഞ്ഞു. ത്രികോണ മത്സരമായിരിക്കും ഈ വാർഡുകളിൽ നടക്കുക. 16 വാർഡുകളിലും 3 സ്ഥാനാർത്ഥികൾ മാത്രം. ചിലയിടങ്ങളിൽ LDF, UDF, BJP സ്വതന്ത്രരും മത്സരരംഗത്തുണ്ട്. ചെറുപുഴ പഞ്ചായത്തിൽ ത്രികോണ മത്സരം തന്നെയാണെങ്കിലും ചില വാർഡുകളിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികളുമുണ്ട്. ചെറുപുഴ പഞ്ചായത്തിലെ കോലുവള്ളി വാർഡിലും ഇടവരമ്പ് വാർഡിലും പാറോങ്ങുംനി വാർഡിലും സ്വതന്ത്ര സ്ഥാനാർത്ഥികളുണ്ട്. ഈസ്റ്റളരി പഞ്ചായത്തിൽ ചതുഷ്കോൺ മത്സരമാണ് കാണുക. പഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് പന്തമാക്കലിന്റെ നേതൃത്വത്തിലുള്ള DDF സ്ഥാനാർത്ഥികളും സജീവമായി മത്സരരംഗത്തുണ്ട്. BJP സ്ഥാനാർത്ഥികൾ ഇല്ലാത്ത സ്ഥലങ്ങളിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികളും ഹരിജൻ സംവരണ സീറ്റുകളിൽ സമുദായ സ്ഥാനാർത്ഥികളും മത്സരരംഗത്തുണ്ട്. അങ്കത്തട്ട് തീരദേശ ഗ്രാമമായ പടന്ന ഗ്രാമപഞ്ചായത്താണ് ഇന്നത്തെ അങ്കത്തട്ടിൽ. ആദ്യ ഭരണം UDF-നായിരുന്നുവെങ്കിലും തുടർന്നിന്നോളം LDF-നൊപ്പമാണ് പടന്ന പഞ്ചായത്ത്. ഭരണ തുടർച്ചയ്ക്ക് LDF ശ്രമിക്കുമ്പോൾ 15 വർഷങ്ങൾക്കപ്പുറം കൈവിട്ടുപോയ ഭരണം തിരികെ പിടിക്കാനാണ് UDF-ന്റെ ശ്രമം. ഹരിതാഭയാർന്ന തെങ്ങിൻ തോപ്പുകൾ അതിരിട്ട് കായലോരങ്ങൾ. ജനനായകർക്ക് ഒളിത്താവളമൊരുക്കി ഒളിവുകാരുടെ ഊട്ടുകളെന്നു പേരെടുത്ത ചെറു തുരുത്തുകൾ. അടിയുറച്ച വിശ്വാസത്തിന്റെ അടയാളങ്ങളായ ദേവാലയങ്ങൾ. ഗ്രാമീണ സൗകുമാര്യത്തിൽ നിന്നും നഗരത്തിന്റെ കെട്ടുകാഴ്ചകളിലേക്ക് നാടുനീങ്ങുമെന്ന് നൊമ്പരപ്പെടുത്തുന്ന കോൺക്രീറ്റ് സൗധങ്ങൾ. ഇത് പടന്ന ഗ്രാമപഞ്ചായത്ത്. പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച് നൽകിയ മണൽത്തിട്ടുകളും തോടുകളും പുഴകളും ചെറുദ്വീപുകളും ചേർന്ന് തികച്ചും ഒരു സുഖവാസ കേന്ദ്രത്തിന്റെ അനുഭൂതി പകരുന്ന ഉദിനൂർ, പടന്ന എന്നീ ഗ്രാമങ്ങൾ ചേർന്നതാണ് പടന്ന ഗ്രാമപഞ്ചായത്ത്. 13.39 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള പ്രദേശത്ത് 2011 സെൻസസ് പ്രകാരം 29,028 ജനസംഖ്യ. പടന്നയുടെ പടിഞ്ഞാറ് ഭാഗത്തുകൂടി 7.5 കിലോമീറ്റർ നീളത്തിൽ പടന്നപ്പുഴയും 4 കിലോമീറ്റർ നീളത്തിൽ ബാലൻപുഴ, ഏർപ്പപ്പുഴയും ഒഴുകുന്നു. തെക്ക് തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത്, കിഴക്ക് തൃക്കരിപ്പൂർ, പിലിക്കോട് പഞ്ചായത്തുകളും വടക്ക് ചെറുവത്തൂർ, നീലേശ്വരം പഞ്ചായത്തുകളും
പടിഞ്ഞാറ് വലിയപറമ്പ് പഞ്ചായത്തും ഉൾപ്പെടുന്നതാണ് പടന്ന ഗ്രാമപഞ്ചായത്തിന്റെ അതിർത്തികൾ. പഞ്ചായത്ത് രൂപീകൃതമായി ആദ്യ ഭരണം മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിലുള്ള UDF-നായിരുന്നുവെങ്കിലും തുടർന്ന് 2000 മുതൽ നാളിതുവരെ ഭരണം LDF-നായിരുന്നു. കാർഷിക മേഖലയിൽ പ്രാധാന്യം നൽകിയ വികസന പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കിയതെന്ന് LDF അവകാശപ്പെടുന്നു. ഈ 5 വർഷക്കാലം കിട്ടാവുന്ന പരമാവധി ഫണ്ടുകൾ ശേഖരിച്ച് പഞ്ചായത്തിൻ്റെ സമഗ്ര വികസനത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമായും കാർഷിക മേഖലക്കാണ് ഊന്നൽ കൊടുത്തത്. നവംബറിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ്, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് മത്സരരംഗത്ത് ഇറങ്ങിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ പഞ്ചായത്തിൻ്റെ ഭരണം വീണ്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി വിജയിച്ച് അധികാരത്തിൽ വരുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല. ഭരണസ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ UDF-കാർ പഞ്ചായത്തിനെ അശാസ്ത്രീയമായിട്ട് വിഭജിച്ചുകൊണ്ടാണ് 15 വാർഡുകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ച ഒരു മാനദണ്ഡവും പാലിക്കാതെ ചില വാർഡുകൾക്കകത്ത് 500, 510 വീടുകളും ചില വാർഡുകൾക്കകത്ത് കേവലം 285 വീടുകളും വെച്ച് പ്രകൃതിദത്തമായിട്ടുള്ള അതിരുകളോ കാര്യങ്ങളോ ഒന്നും വെക്കാതെ ആണ് വാർഡ് വിഭജനം നടത്തിയിട്ടില്ലെങ്കിലും ജനങ്ങളുടെ മനസ്സ് ഒരു കാരണവശാലും മുറിച്ചു മാറ്റാൻ കഴിയില്ല. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വലിയ ഭൂരിപക്ഷത്തോടെ വിജയം നേടുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കൃഷി, മൃഗസംരക്ഷണം, മത്സ്യമേഖല എന്നിവയിലും മികച്ച പുരോഗതി ഉണ്ടാക്കാൻ സാധിച്ചു. 3.25 കോടി രൂപ ചിലവഴിച്ച് 2500-ൽ പരം കുടുംബങ്ങൾക്ക് ശുദ്ധജലം നൽകാൻ സാധിച്ചത് ഭരണസമിതിയുടെ ഏറ്റവും മഹത്തരമായ നേട്ടമാണ്. ഒപ്പം ആരോഗ്യം, വിദ്യാഭ്യാസം, സാന്ത്വന പരിചരണം തുടങ്ങി എല്ലാ മേഖലയിലും മികച്ച പുരോഗതി നേടാൻ പഞ്ചായത്തിന് സാധിച്ചു. എന്നാൽ കഴിഞ്ഞ 3 കാലഘട്ടങ്ങളിൽ വികസന മുരടിപ്പല്ലാതെ മറ്റൊരു മെച്ചവും പഞ്ചായത്തിൽ ഉണ്ടായിട്ടില്ലെന്നും ഭരണസമിതിയുടെ പിടിപ്പുകേടാണ് പഞ്ചായത്തിന്റെ ദുർസ്ഥിതിക്ക് കാരണമെന്നും പ്രതിപക്ഷം ആരോപിക്കുന്നു. കഴിഞ്ഞ 5 വർഷക്കാലമായി പടന്ന ഗ്രാമപഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്ന CPM ഭരണസമിതിയിൽ നിന്ന് പടന്നയിലെ ആബാലവൃദ്ധം വികസന തൽപരരായ ആളുകൾക്ക് ഉണ്ടായത് വികസന മുരടിപ്പ് മാത്രമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ മുദ്രാവാക്യം വികസന മുരടിപ്പ് മാറ്റിയെടുക്കാൻ ഐക്യജനാധിപത്യ മുന്നണിയെ അധികാരത്തിലേറ്റണമെന്നതാണ്. കഴിഞ്ഞ 15 വർഷക്കാലമായി തുടർച്ചയായി ഈ പഞ്ചായത്ത് ഭരിക്കുന്നത് CPM-ആണ്. എന്നാൽ പഞ്ചായത്തിൻ്റെ കയ്യിലുള്ള ആസ്തികളിൽ പോലും ഒരു വികസനവും ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. ഇങ്ങനെയൊക്കെ പടന്ന പഞ്ചായത്തിൽ വിവിധ ഫ്ലഡുകൾ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കപ്പെട്ട റോഡായിരുന്നാലും ഒക്കെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള നേട്ടങ്ങൾ മാത്രമാണ്. MLA MP ഫണ്ടുകളിൽ പോലും രാഷ്ട്രീയ താല്പര്യത്തിനനുസരിച്ച് അവരുടെ കേന്ദ്രങ്ങളിൽ കൊണ്ടുപോയി അത് യാഥാർത്ഥ്യമാക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുണ്ടായിട്ടുള്ളത്. ഈ ദുരവസ്ഥ ജനങ്ങൾ തിരിച്ചറിയുമെന്നും ഈ തിരഞ്ഞെടുപ്പിൽ ശക്തമായി തിരിച്ചുവരാൻ മുന്നണിക്ക് കഴിയുമെന്നാണ് പ്രതിപക്ഷം പറയുന്നത്. തിരഞ്ഞെടുപ്പ് കാലത്തെ പ്രധാനപ്പെട്ട പ്രചരണ ആയുധമാണ് മൈക്ക് അനൗൺസ്മെൻറ്റ്. 2 പതിറ്റാണ്ട് കാലമായി ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന രാമപുരം രാജു എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും തൻ്റെ ശബ്ദത്തിൽ അനൗൺസ്മെൻറ്റ് CD-കൾ നൽകാറുണ്ട്. വികസനം നമ്മുടെ നാട്ടിലല്ല വന്നത്, ഇടത് വലത് കക്ഷികളുടെ വീട്ടിലാണെന്ന് നാം കണ്ടു കഴിഞ്ഞു. 5 വർഷക്കാലം ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് വികസന മുരടിപ്പ് കണ്ട് മടുത്തു കഴിഞ്ഞു. തിരഞ്ഞെടുപ്പ് അടുത്തതോടെ രാമപുരം രാജുവിന്റെ ശബ്ദത്തിന് വൻ ഡിമാൻഡാണ്. LDF, UDF, BJP എല്ലാവർക്കും രാജുവിന്റെ ശബ്ദം ആവശ്യമാണ്. രാജുവിന്റെ നീട്ടിയും കുറുക്കിയുമുള്ള ശബ്ദം ജനങ്ങളെ ഏറെ ആകർഷിക്കുന്നു എന്നതാണ് രാജുവിന് തിരക്കേറാൻ കാരണം. ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെ നേട്ടങ്ങളും എതിർ സ്ഥാനാർത്ഥിയുടെ കോട്ടങ്ങളുമെല്ലാം പരിഹാസത്തോടെ രാജുവിന്റെ ശബ്ദത്തിൽ കാതുകളിലെത്തുമ്പോൾ ജനം അത് വേഗത്തിൽ സ്വീകരിക്കുന്നു. സിനിമാ തിയേറ്ററുകളിൽ അനൗൺസറായി ഈ രംഗത്തെത്തിയ രാജു കേരളത്തിലെ പ്രമുഖരായ നിരവധി നേതാക്കൾക്ക് വേണ്ടി അനൗൺസ്മെന്റ് റെക്കോർഡ് ചെയ്ത് നൽകിയിട്ടുണ്ട്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ തുടങ്ങിയവർക്കെല്ലാം വേണ്ടി രാജു അനൗൺസ്മെന്റ് നടത്തിയിട്ടുണ്ട്. ഇക്കുറി 50ഓളം സ്ഥാനാർത്ഥികൾക്ക് രാമപുരം രാജു അനൗൺസ്മെന്റ് റെക്കോർഡ് ചെയ്ത് നൽകുന്നുണ്ട്. 20 വർഷത്തിലധികമായി ഈ അനൗൺസ്മെന്റ് രംഗത്ത് പ്രവർത്തിച്ചു വരുന്നു. തെരഞ്ഞെടുപ്പ് രംഗത്തേക്കും ചുവടുവെച്ചു. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ മുതൽ ഇവിടെ വീട്ടിൽ തന്നെയാണ് സ്വന്തമായ സ്റ്റുഡിയോ. അതിൽ ചില അധ്യാപക സുഹൃത്തുക്കളും എന്നെ സഹായിക്കാറുണ്ട്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. സ്ഥാനാർത്ഥിയുടെ വീട്ടിലേക്ക് മാലിന്യമെറിഞ്ഞതായി പരാതി. പയ്യന്നൂർ നഗരസഭ 21-ാം വാർഡ് UDF സ്ഥാനാർത്ഥി കണ്ടങ്ങാളിയിലെ അനിതയുടെ വീട്ടിലേക്കാണ് മാലിന്യമെറിഞ്ഞത്. പയ്യന്നൂർ നഗരസഭ 21-ാം വാർഡിലെ UDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയും SNDP വനിതാ കേന്ദ്ര കമ്മിറ്റി അംഗവുമായ അനിതയുടെ കണ്ടങ്ങാളിയിലെ വീട്ടുമുറ്റത്താണ് മാലിന്യം വലിച്ചെറിയപ്പെട്ട നിലയിൽ കണ്ടത്.
കഴിഞ്ഞ ദിവസം രാത്രി 9:30 വീടിന് പുറത്ത് എന്തോ വന്നു വീഴുന്ന ശബ്ദം കേട്ടാണ് അനിതയുടെ ഭർത്താവ് എം ചന്ദ്രൻ പുറത്തേക്ക് ഇറങ്ങി നോക്കിയത്. ഗേറ്റിന് പുറത്തുനിന്നും ഒരു ബൈക്ക് പോകുന്നതും തുടർന്ന് മുറ്റത്ത് 2 പ്ലാസ്റ്റിക് കവറുകളിലായി മാലിന്യം വലിച്ചെറിയപ്പെട്ടതായും വീട്ടുകാർ കണ്ടു. എന്നാൽ ഇത്രയും വർഷത്തിനിടയിൽ തനിക്കോ തന്റെ കുടുംബത്തിനോ ഒരു തരത്തിലുള്ള പൊതുശത്രുക്കളുമായി ആരുമില്ലെന്നും തന്റെ ഭാര്യ SNDP സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ അക്രമമെന്നും ചന്ദ്രൻ പറഞ്ഞു. 49 വയസ്സിനിടയിൽ എനിക്കിതുപോലെ പൊതു ശത്രുക്കളാരുമില്ല. പക്ഷേ ഞാൻ ആരെ പേരും പറയാൻ തയ്യാറില്ല. കാരണം ഇതിൻ്റെ ഒരു കാരണം കൊണ്ടായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറ്റു വാർത്തകളിലേക്ക്. കലുങ്ക് നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നു. രാജഗിരി കാനംവയൽ റോഡിൽ ബസ് ഗതാഗതം നിർത്തിയിട്ട് 1 മാസമാകുന്നു. ചെറിയ 2 കലുങ്കുകളുടെ നിർമ്മാണം പൂർത്തീകരിക്കാൻ കരാറുകാരൻ കാണിക്കുന്ന അലംഭാവമാണ് ഈ തടസ്സത്തിന് കാരണമെന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നു. കാനംവയൽ നിവാസികൾക്ക് രാജഗിരിയിലേക്കോ പുളിങ്ങോത്തോ എത്താൻ ബസ് ഗതാഗതമല്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ല. കിലോമീറ്ററുകൾ ദൂരത്തിലുള്ള കോഴിച്ചാൽ സ്കൂളിൽ എത്തേണ്ട കുട്ടികൾക്ക് ബസ് ഗതാഗതമല്ലാതെ മറ്റൊരു വഴിയും ഇവിടെയില്ല. ബസ്സില്ലാത്തതുകൊണ്ട് രാവിലെ 7 മണിക്ക് ഈ നാട്ടിലെ കുട്ടികൾക്ക് നടക്കേണ്ട സ്ഥിതിയാണ്. സ്കൂൾ വിട്ട് തിരിച്ചു വീട്ടിലെത്താൻ ഏറെ സമയമാകുമെന്നതിനാൽ ടോർച്ചുമായി വന്ന് രക്ഷിതാക്കൾ കൂട്ടിക്കൊണ്ടുപോവുകയാണ് പതിവ്. 1 ലക്ഷം രൂപ ചിലവിൽ നിർമ്മിക്കുന്ന 2 കലുങ്കുകളുടെ പ്രവൃത്തി പകുതി പോലുമായിട്ടില്ല. റോഡരികിലൂടെ ഗതാഗത സൗകര്യമൊരുക്കേണ്ട ആളുകൾ സ്വകാര്യ വ്യക്തികൾ നിർമ്മിച്ചിട്ടുള്ള റോഡുകൾ പൊളിച്ചു മാറ്റാൻ ശ്രമിക്കാത്തതാണ് ബസ് ഗതാഗതം നിലയ്ക്കാൻ കാരണം. കുട്ടികളെല്ലാം വൈകുന്നേരം ഒരു 6 മണിയുടെ ഇത് ബസ്സിലെല്ലാം വന്നിട്ട് പിന്നെ നടന്ന് അവിടെ എത്തുമ്പോഴത്തേക്ക് വീട്ടിൽ നിന്ന് കൂട്ടിയിട്ട് ഇവിടെ വന്നിട്ട് കൂട്ടിയിട്ടൊക്കെയാണ് പോകുന്നത്. അങ്ങനത്തെ വലിയ ബുദ്ധിമുട്ടുകളാണ്. പിന്നെ ഒരു അർജന്റ് പോകണമെന്ന് വിചാരിച്ചെന്നാൽ വെളുപ്പിനെയുള്ള രാവിലെയുള്ള ആ ബസ്സിനൊക്കെ യാത്ര ചെയ്യുന്നവർക്ക് നടക്കാത്ത ഒറ്റ ഓട്ടക്കാരനെ വിളിച്ചാലും വരികയല്ല രാത്രി. മോട്ടോർ സൈക്കിളുകളും കാറുകളും കടന്നു പോകുന്നുണ്ടെങ്കിലും ബസ്സുകൾ കടന്നു പോകാനുള്ള വീതി ഇപ്പോൾ ഇവിടെയില്ല. കാരണം കലുങ്കിന്റെ ഇരുവശങ്ങളിലും സ്വകാര്യ വ്യക്തികൾ വീട്ടിലേക്ക് നിർമ്മിച്ചിട്ടുള്ള റോഡിന്റെ പാർശ്വഭിത്തികളാണ്. റോഡ് പണി ദ്രുതഗതിയിൽ നടപ്പാക്കിയില്ലെങ്കിൽ സമരപരിപാടികളുമായി മുന്നോട്ടു പോകാനും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാനുമാണ് നാട്ടുകാരുടെ തീരുമാനം. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് യൂണിയൻ മാടായി ഏരിയ കമ്മിറ്റി പഴയങ്ങാടി ഇരുപുരത്തെ ICDS കല്യാശ്ശേരി അഡീഷണൽ ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. IV ശിവരാമൻ ധർണ ഉദ്ഘാടനം ചെയ്തു. അംഗൻവാടി ജീവനക്കാർക്കും ഹെൽപ്പർമാർക്കും 10,000 രൂപ വേതനം നൽകുക, അംഗപരിമിത സർവേ നടത്തിയതിനുള്ള വേതനം ഉടൻ വിതരണം ചെയ്യുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. അംഗൻവാടി ജീവനക്കാരെയും ഹെൽപ്പർമാരെയും ഭിന്നിപ്പിക്കുന്ന ശ്രമമാണ് സർക്കാർ കൈക്കൊള്ളുന്നതെന്ന് സമരക്കാർ ആരോപിച്ചു. അനുരഞ്ജന കൂടിയാലോചനയുടെയും ഫലമായി ഉണ്ടാക്കിയുള്ള തീരുമാനത്തെ പരസ്യമായി ലംഘിക്കുക എന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. ഗ്രാമപ്രദേശങ്ങളാകമാനം ദാരിദ്ര്യത്തിന്റെ പടിപുടിയിൽ എറിയപ്പെടുകയും ചെയ്യുക എന്നുള്ള എം സതി അധ്യക്ഷയായി. TV ജാനകി, KV ഓമന തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. പരിയാരത്ത് അത്യാഹിത വിഭാഗത്തിൽ ട്രയാജ് സംവിധാനം നടപ്പിലാക്കുന്നു. രോഗത്തിന്റെ നിലക്കനുസരിച്ച് ചികിത്സ എളുപ്പത്തിൽ ലഭ്യമാക്കുന്നതിനുള്ള സംവിധാനമാണ് ട്രയാജ്. ട്രയാജ് നടപ്പിലാക്കുന്ന കേരളത്തിലെ അപൂർവം ആശുപത്രികളിൽ ഒന്നാണ് പരിയാരം. ആശുപത്രിയിലെത്തുന്ന രോഗികളുടെ നിലയ്ക്കനുസരിച്ച് അതീവ ഗുരുതരം, ഗുരുതരം, സാധാരണം എന്നിങ്ങനെ തരംതിരിച്ച് ചികിത്സ എളുപ്പത്തിൽ ലഭ്യമാക്കുന്ന സംവിധാനമാണ് ട്രയാജ് സംവിധാനം. രോഗി അത്യാസന്ന നിലയിലാണ്. അരമണിക്കൂറിനകം അടിയന്തര ചികിത്സ കിട്ടിയില്ലെങ്കിൽ ജീവന് അപകടമുണ്ടാകും എന്നു കാണിക്കാൻ ചുവപ്പ് നിറവും, അടുത്ത 4 മണിക്കൂറിനുള്ളിൽ ചികിത്സ ലഭിച്ചിരിക്കണം എന്ന ഘട്ടത്തിൽ മഞ്ഞ നിറവും, നടന്നുവരുന്ന രോഗികൾ അത്ര അടിയന്തര ചികിത്സ ആവശ്യമില്ലാത്ത കാത്തിരിക്കാം എന്ന നിലയിലുള്ളവർക്ക് ഗ്രീൻ ഏരിയ, ചെറിയ അസുഖങ്ങൾക്കായി വന്നവർ, OP ആയി നോക്കി ചികിത്സ നിശ്ചയിച്ചു വിടുന്നവർ എന്നിവർക്ക് ബ്ലൂ ഏരിയ എന്നിങ്ങനെ 4 വിഭാഗങ്ങളിലായാണ് ചികിത്സ ലഭ്യമാക്കുക. കേരളത്തിൽ തന്നെ അപൂർവവും പ്രശസ്തവുമായ ആശുപത്രികളിൽ മാത്രമാണ് ട്രയാജ് സംവിധാനം നടപ്പിലാക്കി വരുന്നത്. പരിയാരത്ത് ട്രയാജ് സംവിധാനം പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിച്ചു. അടിയന്തര ഘട്ടത്തിൽ 1 മിനിറ്റിനകം പരിശോധനാ ഫലം ലഭ്യമാക്കാൻ ABJ മെഷീനും സ്ഥാപിച്ചു. MD എമർജൻസി കഴിഞ്ഞ ഡോക്ടറുടെ സേവനവും ലഭ്യമാക്കിയിട്ടുണ്ട്. അടിയന്തരമായിട്ട് രോഗനിർണയവും ചികിത്സയും ആവശ്യം വേണ്ടി വരുന്ന രോഗികൾ, അത്യാസന്ന നിലയിൽ വരുന്ന രോഗികൾ, ആസന്നമരണമായ രോഗികൾ, ഒരു അപകടം സംഭവിച്ചു വരുന്ന രോഗികൾക്കൊക്കെ കൊടുക്കുന്ന ചികിത്സ കുറച്ചുകൂടെ കാര്യക്ഷമമാക്കാൻ ഉള്ള ഒരു സംവിധാനം നിലയ്ക്കാണ് എമർജൻസി മെഡിസിൻ എന്നുള്ള ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടെ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. അത്യാഹിത വിഭാഗത്തിൽ ഇത്തരം സ്പെഷ്യലൈസ്ഡ് ഡോക്ടർമാരുടെ സേവനം ലഭ്യമാക്കുന്ന സംസ്ഥാനത്തെ തന്നെ 3ാമത്തെ മെഡിക്കൽ കോളേജാണ് പരിയാരം മെഡിക്കൽ കോളേജ്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗത്തിൽ നേരത്തെ തയ്യാറാക്കിയ പരിഷ്കാരങ്ങൾക്ക് പുറമെയാണ് ട്രയാജ് സംവിധാനവും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര.
KSTP റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി ഓവുചാൽ ഉയർത്തിയത് വ്യാപാരികൾക്ക് ദുരിതമാകുന്നു. ഇത് പഴയങ്ങാടിയിൽ ഗതാഗതക്കുരുക്കിനും കൂടി കാരണമാകുന്നു. പ്രതിഷേധം വ്യാപകമാണ്. പിലാത്തറ പാപ്പൻശ്ശേരി റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി പഴയങ്ങാടി ഭാഗങ്ങളിൽ ഓവുചാൽ ഉയർത്തിയതോടെ പ്രദേശത്തെ പാർക്കിംഗ് സൗകര്യം ഇല്ലാതായി. ബസ് സ്റ്റാൻഡിന് സമീപത്തെ ഷോപ്പിംഗ് കോംപ്ലക്സുകളിലേക്ക് വാഹനങ്ങൾ കയറ്റാൻ സാധിക്കാത്തതിനാൽ ജനങ്ങൾ വ്യാപാര സ്ഥാപനങ്ങളിൽ എത്തുന്നുമില്ല. കഴിഞ്ഞ 2 മാസക്കാലമായി വ്യാപാരികൾ ദുരിതം പേറുകയാണ്. ബന്ധപ്പെട്ട അധികൃതരെ വിവരമറിയിച്ചിട്ടും യാതൊരു ഫലവും ഉണ്ടായില്ല. മാസം വൻതുക വാടക നൽകി കച്ചവടം നടത്തുന്ന വ്യാപാരികൾ ഇതോടെ ദുരിതത്തിലായി. KSTPയുടെ വ്യാപാരദ്രോഹ നടപടിയിൽ പ്രതിഷേധിച്ച് പ്രക്ഷോഭം നടത്തുമെന്ന് പഴയങ്ങാടിയിലെ വ്യാപാരികൾ പറഞ്ഞു. പ്രശ്നത്തിന് അടിയന്തര പരിഹാരം കാണണമെന്ന് വിവിധ വ്യാപാര സംഘടനകളും ആവശ്യപ്പെട്ടു. ഷോപ്പിംഗ് കോംപ്ലക്സിൽ വണ്ടി കയറാൻ പറ്റാത്തതുകൊണ്ട് വളരെ മോശമാണ്. കച്ചവടക്കാർക്ക് വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. വണ്ടി കയറാത്ത അവസ്ഥയിൽ ഇവിടെ ബിസിനസ് ബാധിക്കുന്നത് കൊണ്ട് നമുക്ക് ഇതിൻ്റെ സൗകര്യം ചെയ്തു തരണമെന്ന് ഇതിൽ അഭിപ്രായപ്പെട്ടവരോട് നമ്മൾ വളരെ വിനീതമായി അപേക്ഷിക്കുന്നു. ആളുകളുള്ളൊരു ബിൽഡിങ്ങാണ്. നമുക്ക് ഇതിൻ്റെ തടസ്സം വല്ലാതെ ബുദ്ധിമുട്ട് വരുന്നുണ്ട്. കാരണം വണ്ടി കയറാത്തതുകൊണ്ട് ഒരുപാട് കച്ചവടക്കാർ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. വളരെ പ്രയാസം 2 ആഴ്ച 3 ആഴ്ച മേലെ അത് തിരിഞ്ഞു നോക്കുന്നില്ല. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. പയ്യന്നൂർ കാർണിവൽ സംഘാടക സമിതി ഓഫീസ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് C. കൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. TI മധുസൂദനൻ അധ്യക്ഷനായി. പയ്യന്നൂർ കാർണിവൽ സംഘാടക സമിതി ഓഫീസ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് C. കൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. ഇത്തവണത്തെ പയ്യന്നൂർ മഹോത്സവം നമുക്ക് സംഘടിപ്പിക്കാൻ വേണ്ടി സാധിക്കണം. നാനാഭാഗത്തുനിന്നും വരുന്ന കുട്ടികളായാലും മറ്റുള്ളവരായാലും അവർക്കെല്ലാം കാണാനും ആസ്വദിക്കാനും പഠിക്കാനും. TI മധുസൂദനൻ അധ്യക്ഷനായി. നഗരസഭാ വൈസ് ചെയർമാൻ KK ഗംഗാധരൻ, KV ബാബു, KP ബാലകൃഷ്ണ പൊതുവാൾ, TP സുനിൽകുമാർ, ഇക്ബാൽ പോപ്പുലർ, VKP ഇസ്മയിൽ എന്നിവർ സംസാരിച്ചു. അഡ്വക്കേറ്റ് KV ഗണേശൻ സ്വാഗതം ആശംസിച്ചു. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ 31ാം പയ്യന്നൂർ മേഖലാ സമ്മേളനം പയ്യന്നൂരിൽ നടന്നു. സമാപന സമ്മേളനം ഗാന്ധി പാർക്കിൽ ഫോക്ലോർ അക്കാദമി സെക്രട്ടറി M. പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. അതോടൊപ്പം തന്നെ നന്മയുടെ ഭാഗത്ത് നിൽക്കുമ്പോൾ തന്നെ അതോടൊപ്പം തന്നെ പൊതുസമൂഹത്തിൻ്റെ നന്മയുടെയും തിന്മയുടെയും വശങ്ങൾ ക്യാമറയിലൂടെ പ്രതിഫലിപ്പിക്കുന്നതിനും ഫോട്ടോഗ്രാഫിയിലൂടെ സാധിക്കുന്നു. ഫോട്ടോഗ്രാഫി മേഖലകളിൽ ജോലി ചെയ്യുന്നവർ വലിയ പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണെന്നും ഇക്കൂട്ടരെ സംരക്ഷിക്കേണ്ടത് സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ M. പ്രദീപ് കുമാർ ചൂണ്ടിക്കാട്ടി. മേഖലാ പ്രസിഡന്റ് രാജേഷ് കരേള അധ്യക്ഷനായിരുന്നു. SSLC +2 വിജയികൾക്കും ഫോട്ടോഗ്രാഫി മത്സര വിജയികൾക്കുമുള്ള ഉപഹാരം സംസ്ഥാന സെക്രട്ടറി PV ബാലൻ വിതരണം ചെയ്തു. ചേംബർ പ്രസിഡന്റ് KU വിജയകുമാർ, P. വിജയൻ, ഷിജു KV, അശോക് കുമാർ പുറച്ചേരി എന്നിവർ പ്രസംഗിച്ചു. മുന്നോടിയായി നടന്ന പ്രകടനത്തിൽ നിരവധി പേർ പങ്കെടുത്തു. തുലാപ്പിറവി മറ്റൊരു കളിയാട്ടക്കാലത്തിന് കൂടി കേളികൊട്ടുയരുകയായി. അണിയലങ്ങൾ മിനുക്കി തെയ്യക്കാർ വീണ്ടും തട്ടകത്തിലേക്ക്. ഇടവപ്പാതിയോട് മൂകമായ കളിയാട്ടക്കാവുകൾ വീണ്ടും പ്രസരിപ്പിലേക്ക്. തുലാമാസം പിറക്കുന്നതോടെ പ്രകൃതിയോടൊപ്പം തന്നെ മനുഷ്യ മനസ്സുകളും കളിയാട്ടത്തിനായി ഒരുങ്ങും. തുലാപ്പത്തോടെയാണ് കളിയാട്ടക്കാലം സജീവമാകുന്നതെങ്കിലും തുലാം 1 തന്നെ തെയ്യങ്ങൾ അരങ്ങിലെത്തുന്ന തറവാടുകളുമുണ്ട്. പയ്യന്നൂർ തെക്കടവൻ തറവാട്ടിൽ തുലാം 1 തന്നെ തെയ്യങ്ങൾ അരങ്ങിലെത്തും. കുണ്ടൂർ ചാമുണ്ടി പ്രധാന ആരാധനാമൂർത്തിയായുള്ള തറവാട്ടിലെ കളിയാട്ടത്തിനുള്ള മുന്നൊരുക്കങ്ങളിലാണ് തെയ്യം കലാകാരന്മാരായ കുന്നരുക്കാരൻ രാമൻ, ഉണ്ണികൃഷ്ണൻ, രാജേഷ്, കണ്ണൻ തുടങ്ങിയവർ. തുലാം 1 വിവിധ ക്ഷേത്രങ്ങളിലെ ഒറ്റക്കോലത്തിനുള്ള മുന്നൊരുക്കങ്ങളും ആരംഭിക്കും. നാൾമരം മുറി അടക്കമുള്ള വൈവിധ്യങ്ങളായ ചടങ്ങുകളാൽ സമ്പന്നമാകും നാട്ടുവഴികളും ക്ഷേത്രമുറ്റങ്ങളും. ഈ കളിയാട്ടക്കാലം 2 പെരുങ്കളിയാട്ടങ്ങൾക്കാണ് അരങ്ങൊരുങ്ങുന്നത്. കുഞ്ഞിമംഗലം വടക്കൻകൂവൽ ഭഗവതി ക്ഷേത്രത്തിലും തൃക്കരിപ്പൂർ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിലും. കളിയാട്ടക്കാവുകൾ കലയുടെ മൂർത്തീഭാവമാണ്. മരത്തിലും കല്ലിലും കൊത്തിയെടുക്കുന്ന കലാരൂപങ്ങൾ പഞ്ചലോക വിഗ്രഹങ്ങളുടെ ഗ്രാമീണ സാങ്കേതിക ആധുനിക ശാസ്ത്രത്തെ വിസ്മയിപ്പിക്കുകയാണ്. ഓരോ തെയ്യക്കാലവും പ്രകൃതിവർണ്ണവും നന്മയും വിശുദ്ധിയും നാട്ടിൽ കെടാതെ സംരക്ഷിക്കുകയാണ്. അണിയലങ്ങൾ പുതുക്കിയും നല്ലൊരു കളിയാട്ടക്കാല സ്വപ്നം കണ്ടും തെയ്യക്കാരും ഒരുങ്ങിക്കഴിഞ്ഞു. തിരുമേനി പാടിയിൽ 200 ലിറ്ററോളം വാഷ് പെരിങ്ങോം പോലീസ് പിടിച്ചെടുത്തു. കാടിനകത്ത് തോട്ടിൽ വീപ്പയിൽ കുഴിച്ചിട്ടിരിക്കുകയായിരുന്നു വാഷ്.
പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് പോലീസ് നടത്തിയ മദ്യവേട്ടയിലാണ് 200ഓളം ലിറ്റർ വാഷ് പിടിച്ചെടുത്തത്. പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ തിരച്ചിലിലാണ് പാടി കോളനിക്ക് സമീപം തോട്ടിൽ സൂക്ഷിച്ച നിലയിൽ വാഷ് കണ്ടെത്തിയത്. പെരിങ്ങോം എസ്ഐ KV നിഷിത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് വാഷ് പിടികൂടിയത്. കഴിഞ്ഞ ദിവസം 35 ലിറ്ററോളം മാഹി വിദേശ മദ്യവും പെരിങ്ങോം പോലീസ് പിടികൂടിയിരുന്നു. കണ്ണൂർ ജില്ലാ സ്കൂൾ ടീം ചെസ് ചാമ്പ്യൻഷിപ്പ് പയ്യന്നൂർ ബോയ്സ് ഹൈസ്കൂളിൽ നടന്നു. ഇന്ത്യൻ കബഡി കോച്ച് E. ഭാസ്കരൻ ഉദ്ഘാടനം ചെയ്തു. 3 വിഭാഗങ്ങളിലായാണ് മത്സരം. LKG മുതൽ 4ാം ക്ലാസ് വരെ കാറ്റഗറി 1ഉം LKG മുതൽ 8ാം ക്ലാസ് വരെ കാറ്റഗറി 2ഉം LKG മുതൽ 12ാം ക്ലാസ് വരെ കാറ്റഗറി 3ഉം എന്നീ തരത്തിലാണ് മത്സരങ്ങൾ നടന്നത്. ഓരോ കാറ്റഗറിയിലും ആദ്യ 5 സ്ഥാനങ്ങൾ കരസ്ഥമാക്കുന്ന ടീമിന് നവംബർ 28-ന് തൃശ്ശൂരിൽ വെച്ച് നടക്കുന്ന 1ാമത് ഓൾ കേരള സ്കൂൾ ടീം ചെസ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ അർഹത ലഭിക്കും. പക്ഷേ ഇപ്പോൾ കുട്ടികളുടെ മുമ്പിൽ നല്ലൊരു അവസരം, എല്ലാ കളിയിലായാലും ഏത് കളിയിലായാലും അവർ ഉദ്ദേശിക്കുന്ന, അവർ ഇഷ്ടപ്പെടുന്ന ഇനങ്ങൾ തിരഞ്ഞെടുത്ത് അതിൽ കഠിനാധ്വാനവും ശരിക്കുള്ള ആത്മാർത്ഥതയോടും മുന്നേറുകയാണെങ്കിൽ ഇന്ന് ഇന്ത്യയിൽ വളരെ അവസരം. ഉദ്ഘാടന യോഗത്തിൽ റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് N. സുരേഷാണായി അധ്യക്ഷനായി. ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് KU വിജയകുമാർ മുഖ്യാതിഥിയായിരുന്നു. റോട്ടറി അസിസ്റ്റന്റ് ഗവർണർ V. ഉപേന്ദ്രഷാണായി, പ്രധാനാധ്യാപകൻ TS. രാമചന്ദ്രൻ മാസ്റ്റർ, പയ്യന്നൂർ AEO VM രാജീവൻ, ജില്ലാ സ്പോർട്സ് കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം M. ബാലകൃഷ്ണൻ മാസ്റ്റർ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ ആശംസയർപ്പിച്ച് സംസാരിച്ചു. കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ മണ്ഡലം 31ാം വാർഷിക സമ്മേളനം പയ്യന്നൂർ മയൂര ഓഡിറ്റോറിയത്തിൽ നടന്നു. KPCC ജനറൽ സെക്രട്ടറി KP കുഞ്ഞിക്കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിന് മുമ്പ് രാഷ്ട്രീയമായ നമ്മുടെ അനുകൂലമായ ഘടകങ്ങൾ ഒരു മേൽക്കൊടിയായി ചേർക്കാമെങ്കിലും പ്രാദേശിക തലങ്ങളിൽ നമ്മൾ നടത്തുന്ന അതീവമായ ജാഗ്രതയും UDF സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും UDFന് വൻ വിജയം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നും KP കുഞ്ഞിക്കണ്ണൻ അഭിപ്രായപ്പെട്ടു. T. കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. വിവിധ രംഗങ്ങളിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചവരെ ചടങ്ങിൽ ബ്ലോക്ക് പ്രസിഡന്റ് AP നാരായണൻ അനുമോദിച്ചു. അഡ്വക്കേറ്റ് M. ബ്രിജേഷ് കുമാർ, VN എരുപുരം, K. ജയരാജ്, KP ചന്ദ്രശേഖരൻ, C. കൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. മാതമംഗലം ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്തെയും ബസാറിലെയും കടകളിൽ നിന്നും നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. എരമംകുറ്റൂർ പ്രാഥമികാരോഗ്യ കേന്ദ്രം ഹെൽത്ത് സ്ക്വാഡ് സേഫ് കേരള പദ്ധതിയുടെ ഭാഗമായി നടത്തിയ തിരച്ചിലാണ് ഉൽപ്പന്നങ്ങൾ പിടികൂടിയത്. നിരോധിത പുകയില ഉൽപ്പന്നമായ ഹാൻസ്, നിരോധിത പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ, പഴകിയ ഭക്ഷണ സാധനങ്ങൾ എന്നിവയാണ് റെയ്ഡിന്റെ ഭാഗമായി ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തത്. ഇത് 2ാമത്തെ തവണയാണ് സ്കൂളിന് സമീപത്തുള്ള കടകളിൽ നിന്നും ഇത്തരം സാധനങ്ങൾ പിടിച്ചെടുക്കുന്നത്. നടപടിയുടെ ഭാഗമായി സ്ഥാപനം അടച്ചുപൂട്ടുകയും മഹസറടക്കം പെരിങ്ങോം പോലീസിൽ പ്രതിയെ കൈമാറുകയും ചെയ്തു. പരിശോധനയ്ക്ക് ഡോക്ടർ അനീഷ് ബാബു, ശ്രീനിവാസൻ, M. ബിബീഷ്, സാബു, വിജയകുമാർ എന്നിവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പ്ലാത്തറ. വിവിധ സ്കൂളുകളുടെ സംയുക്ത വാർഷിക കായികമേള പെരളം UP സ്കൂൾ ഗ്രൗണ്ടിൽ നടന്നു. പയ്യന്നൂർ AEO VM രാജീവൻ ഉദ്ഘാടനം ചെയ്തു. പെരളം UP സ്കൂൾ, GLP സ്കൂൾ കൊഴുമൽ, ALP സ്കൂൾ പെരളം, ALP സ്കൂൾ പുത്തൂര്, ALP സ്കൂൾ വടശ്ശേരി, ALP സ്കൂൾ കാങ്കോൽ, GUPS കൂക്കാനം, ചന്ദൻ മെമ്മോറിയൽ LP സ്കൂൾ വെള്ളൂർ എന്നീ സ്കൂളുകളുടെ സംയുക്ത വാർഷിക കായികമേള പെരളം UP സ്കൂൾ ഗ്രൗണ്ടിൽ നടന്നു. പയ്യന്നൂർ AEO VM രാജീവൻ കായികമേള ഉദ്ഘാടനം ചെയ്തു. പെരളം UP സ്കൂൾ PTA പ്രസിഡന്റ് K. വിശ്വംഭരൻ അധ്യക്ഷത വഹിച്ചു. K. പവിത്രൻ, C. സുന്ദരൻ, CM പ്രമോദ്, M. ലത, KV രമേഷ് ബാബു എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ അപ്രന്റീസ്ഷിപ്പും തൊഴിൽ മേളയും തൃക്കരിപ്പൂർ ഗവൺമെന്റ് VHSSൽ നടന്നു. VHSC പയ്യന്നൂർ റീജിയൻ അസിസ്റ്റന്റ് ഡയറക്ടർ സെൽവമണി ഉദ്ഘാടനം ചെയ്തു. ഭാരത സർക്കാർ സ്ഥാപനമായ ബോർഡ് ഓഫ് അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിംഗ് ചെന്നൈയും സംസ്ഥാന വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായാണ് തൊഴിൽമേള സംഘടിപ്പിച്ചത്. ബോർഡ് ഓഫ് അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിംഗ് അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ കൃപാശങ്കറിന്റെയും മേഖലാ അസിസ്റ്റന്റ് ഡയറക്ടറുടെയും നേതൃത്വത്തിലാണ് ജോബ് ഫെയർ നടന്നത്. കേരള അഗ്രോ ഇൻഡസ്ട്രീസ്, കെൽട്രോൺ, മിൽമ, കണ്ണൂർ, കാസർഗോഡ്, ഹാർബർ എഞ്ചിനീയറിംഗ്, VHSC വിദ്യാഭ്യാസ വകുപ്പ് തുടങ്ങിയവയിൽ അപ്രന്റീസ്ഷിപ്പ് സെലക്ഷനും കേരള ദിനേശ് അപ്പാരൽസ്, പോപ്പുലർ മോട്ടോഴ്സ്, ABC സെയിൽസ് കോർപ്പറേഷൻ, മലബാർ ഗോൾഡ് എന്നിവയിൽ ജോബ് ഫെയറുമാണ് നടന്നത്. മേളയിൽ 200ഓളം ഉദ്യോഗാർത്ഥികൾ പങ്കെടുത്തു. VHSC പയ്യന്നൂർ റീജിയൻ അസിസ്റ്റന്റ് ഡയറക്ടർ സെൽവമണി ഉദ്ഘാടനം ചെയ്തു. Ministry of Human Resource Development, Government of India, they are implementing this apprenticeship training in 4 southern states including Kerala with the help of Directorate of Vocational Higher Secondary Education. ബോർഡ് ഓഫ് അപ്രന്റീസ്ഷിപ്പ് ചെന്നൈ അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ കൃപാശങ്കർ, തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ കീർത്തിമോൻ, VHSC ഡയറക്ടർ ധനേഷ്, റഫീഖ്, രാജീവൻ, ലക്ഷ്മണൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു.
ടി ഗോവിന്ദൻ അനുസ്മരണവും കായിക പുരസ്കാര സമർപ്പണവും ഒക്ടോബർ 25 ഞായറാഴ്ച പയ്യന്നൂർ KHRA ഭവനിൽ നടക്കുമെന്ന് സംഘാടകർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. ടി ഗോവിന്ദൻ സ്ഥാപിച്ച പയ്യന്നൂർ സ്പോർട്സ് ആൻഡ് കൾച്ചറൽ ഡെവലപ്മെന്റ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിലാണ് അദ്ദേഹത്തിന്റെ 4ാം ചരമവാർഷികം ഒക്ടോബർ 23, 25 തീയതികളിൽ വൈവിധ്യമാർന്ന പരിപാടികളോടെ ആചരിക്കുന്നത്. ടി ഗോവിന്ദന്റെ സ്മരണയ്ക്കായി അസോസിയേഷൻ നൽകി വരുന്ന 2015 ടി ഗോവിന്ദൻ കായിക പുരസ്കാരം പ്രമുഖ സ്പോർട്സ് സംഘാടകനും പയ്യന്നൂർ കോളേജിലെ കായികാധ്യാപകനുമായിരുന്ന പ്രൊഫസർ KV ദേവസ്യയ്ക്ക് ടി.വി. രാജേഷ് MLA സമർപ്പിക്കും. അനുസ്മരണ സമ്മേളനത്തിന്റെ ഉദ്ഘാടനവും ടി.വി. രാജേഷ് MLA നിർവഹിക്കും. പയ്യന്നൂർ സ്പോർട്സ് ആൻഡ് കൾച്ചറൽ ഡെവലപ്മെന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ടി.ഐ. മധുസൂദനന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന യോഗത്തിൽ KP ബാലകൃഷ്ണ പൊതുവാൾ, MK രാജൻ എന്നിവർ അനുസ്മരണ ഭാഷണം നടത്തും. തുടർന്ന് കേരളീയ സമൂഹവും കായിക മേഖലയും എന്ന വിഷയത്തിൽ മാതൃഭൂമി സ്പോർട്സ് ലേഖകൻ CP വിജയകൃഷ്ണൻ പ്രഭാഷണം നടത്തും. നിരവധി പ്രമുഖർ ചടങ്ങിൽ സംബന്ധിക്കുമെന്നും ഭാരവാഹികളായ ടി.ഐ. മധുസൂദനൻ, V. ശങ്കരൻ, K. രാജഗോപാലൻ, KU രാധാകൃഷ്ണൻ, KP ബാലകൃഷ്ണ പൊതുവാൾ, VM ഗംഗാധരൻ, മുരളീകൃഷ്ണൻ, TKV അശോകൻ എന്നിവർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. വിദ്യാമന്ദിർ കോളേജ് യൂണിയൻ ഉദ്ഘാടനം യൂണിവേഴ്സിറ്റി ചെയർപേഴ്സൺ ദിഷ്ണ പ്രസാദ് നിർവഹിച്ചു. ഏത് കഴിവുകളായാലും അതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് സർഗാത്മകമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഈ കലാലയത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുക എന്നുള്ള പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് നമ്മുടെ ഓരോ കോളേജ് യൂണിയനുകൾക്കും ഉള്ളത്. ചടങ്ങിൽ അസോസിയേഷന്റെ ഉദ്ഘാടനം കേരള ഫോക്ലോർ അക്കാദമി സെക്രട്ടറി M. പ്രദീപ് കുമാർ നിർവഹിച്ചു. കവി CM. വിനയചന്ദ്രൻ മുഖ്യാതിഥിയായിരുന്നു. ഡോക്ടർ TM. സുരേന്ദ്രനാഥ്, VS. ശശികുമാർ, പ്രൊഫസർ KV. നാരായണൻ, U. നാരായണൻ, അഖിൽ എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി. വെങ്ങര നവത ഫാർമേഴ്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ നെല്ല് കൃഷിയുടെ വിളവെടുപ്പ് ഞായറാഴ്ച ടി.വി. രാജേഷ് MLA നിർവഹിക്കും. ഇനി മാറ്റൊലി. പിൻസീറ്റ് ഹെൽമറ്റ് തീരുമാനം സ്റ്റേ ചെയ്യണമെന്ന വാദം ഹൈക്കോടതി തള്ളി. ഇതിനോടുള്ള പ്രതികരണങ്ങൾ. ആക്സിഡന്റ് നടന്നു കഴിഞ്ഞാൽ പിൻസീറ്റിൽ ഇരിക്കുന്നവർക്കും അപകടം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അവരുടെ ആരോഗ്യകരമായ കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടത് എല്ലാവരുടെയും കടമയാണ്. അപ്പോൾ സ്വന്തം ഹെൽമെറ്റ് ധരിച്ചതുകൊണ്ട് യാതൊരു അപകടങ്ങളിലും നമ്മൾക്ക് രക്ഷപ്പെടാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടാകും. ലോകത്തിലെ എല്ലാ രാജ്യത്തും ഇരുചക്ര വാഹന യാത്രക്കാർ ഹെൽമെറ്റ് നിർബന്ധമാണ്. അപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ റോഡപകടങ്ങൾ നടക്കുന്നതിൽ ഏറ്റവും കൂടുതൽ മരണം സംഭവിക്കുന്നത് ഇരുചക്ര വാഹനം യാത്രക്കാർക്ക് മാത്രം വേണ്ടി ഏറ്റവും കൂടുതൽ. അപ്പോൾ മുൻസീറ്റിൽ ഇരിക്കുന്നവർക്ക് മാത്രമല്ല പിൻസീറ്റിൽ ഇരിക്കുന്നവർക്കും ഹെൽമെറ്റിന്റെ അത്യാവശ്യം ഉണ്ട് കേരളത്തിൽ. ഇപ്പോൾ പിൻസീറ്റിലും ഹെൽമെറ്റ് നിർബന്ധമാക്കുന്നുണ്ട്. അതിലും ഏറ്റവും നല്ല ഗുണമുണ്ടെന്ന് കാണുന്നു. ഇതിൻ്റെ ഇടയിൽ റിപ്പോർട്ട് നോക്കുമ്പോൾ തന്നെ പിൻസീറ്റിലിരിക്കുന്ന ആൾക്കാർ മരണപ്പെടുന്നതായി കാണുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി ഹെൽമെറ്റ് ആക്കുന്നത് നല്ലതാണ് എൻ്റെ അഭിപ്രായം. ഇപ്പം നിരന്തരം നമുക്ക് കാണാൻ പറ്റുന്നതാണ് അപകടങ്ങൾ നിരന്തരമായി കൂടുന്നു. അപ്പോൾ നമ്മൾ ഓരോരോ വീട്ടിൻ്റെ അത്താണിയാവും മരിക്കുക. അതിനെക്കാട്ട് നല്ലത് രോഗം വരുന്നതിനേക്കാൾ നല്ലതല്ല രോഗം വരുന്നതിന് മുമ്പേ ചികിത്സിക്കുന്നത്. അതുകൊണ്ട് ഹെൽമെറ്റ് രണ്ട് സൈഡിലുള്ളവർക്ക് രണ്ട് പേർക്കും വെക്കുന്നത് നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം. യാത്രക്കാരുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയാണ് കോടതി അങ്ങനെ പറഞ്ഞതെങ്കിലും അതിനേക്കാൾ എനിക്ക് തോന്നുന്നത് ഇന്നത്തെ നമ്മുടെ റോഡുകളുടെ ശോചനീയാവസ്ഥയാണ്. പല അപകടങ്ങളും റോഡിൻ്റെ മോശം കൊണ്ട് ആണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആദ്യം യാത്രയ്ക്ക് സുഖകരമായ റോഡ് സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നതിലാണ് കോടതി ഇടപെടേണ്ടത്. അതിനുശേഷമായിരിക്കണം ഇത്തരം ഹെൽമെറ്റിൻ്റെ കാര്യത്തിൽ കർശന നിലപാട് എടുക്കേണ്ടത്. അത് യാത്രക്കാരുടെ സൗകര്യത്തിന് വിട്ടുകൊടുക്കുകയാണ് നല്ലത്. അവനവൻ്റെ ജീവൻ്റെ സുരക്ഷിതത്വം അവനവൻ ആഗ്രഹിക്കുന്നതാണ്. അപ്പോൾ നിയമം കൊണ്ട് അടിച്ചേൽപ്പിക്കേണ്ടതല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അതിപ്പോൾ ചാടി ഒരാൾ പെട്ടെന്ന് വന്നു ചോദിച്ചാൽ അവർക്ക് ഹെൽമെറ്റ് ഇട്ടിട്ട് കയറാൻ കഴിയില്ല. മറ്റൊരാൾ പോകുമ്പം ഹെൽമെറ്റ് ഇട്ടിട്ട് പോകുന്ന ബൈക്കിൽ ഒന്ന് കയ്യിൽ നിന്ന് അവർ എടുത്തു, ഒരാൾ എടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ അവർക്ക് ഹെൽമെറ്റ് അന്നേരം കിട്ടൂലല്ലോ. അപ്പോൾ ഹെൽമെറ്റ് വേണ്ട, ബാക്കിലിരിക്കുന്നവർക്ക് വേണ്ട. ഇത് മനുഷ്യന് ആവശ്യമില്ലാത്ത നിയമങ്ങളാണ്. മനുഷ്യന് ആവശ്യമുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി ജനങ്ങളിൽ അടിച്ചേൽപ്പിക്കുന്ന നിയമങ്ങളാണിതൊക്കെ. പിൻസീറ്റിൽ ഇത് ഹെൽമെറ്റ് വെച്ചുകൊണ്ട് മാത്രം മരണങ്ങളോ അല്ലെങ്കിൽ അപകടങ്ങളോ കുറയില്ല. ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങളിൽ നിന്ന് അതിൽ വേണ്ടത്ര ശ്രദ്ധ ചെലുത്താതെ നിക്ഷിപ്ത താല്പര്യക്കാരുടെ താളത്തിനൊത്ത് തുള്ളുന്നു എന്ന് ഇങ്ങനത്തെ നിയമങ്ങൾ കൊണ്ട് സാധാരണ ജനങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയും.
മാറ്റുലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KVDS മൈ സ്വീറ്റ് ഹോം, മാത്തിൽ പയ്യന്നൂർ. ഇനി അറിയിപ്പുകൾ. CMB പോളിറ്റ് ബ്യൂറോ മെമ്പറും സഹകാരിയുമായിരുന്ന പി ബാലൻ മാസ്റ്ററുടെ 7ാം ചരമവാർഷിക ദിനത്തിൽ CMB പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒക്ടോബർ 19 തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക് പ്രകടനവും പുഷ്പാർച്ചനയും നടത്തും. കുറ്റിച്ചി കൊടക്കൽ സന്തോഷ് സ്മാരക വെയിറ്റിംഗ് ഷെഡിന്റെ ഉദ്ഘാടനം ഒക്ടോബർ 18 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് നടക്കും. ഒക്ടോബർ 18 ഞായറാഴ്ച വൈകിട്ട് 7 മണിക്ക് കാങ്കോൽ ശ്രീ ശിവക്ഷേത്ര സന്നിധിയിൽ കുട്ടികളുടെ പഞ്ചാരിമേളം അരങ്ങേറ്റം നടക്കും. കുണിയൻ ശ്രീ പറമ്പത്ത് ഭഗവതി ക്ഷേത്രം തൈവളപ്പിൽ തറവാട് അവകാശ സംരക്ഷണ സമിതിയുടെ ജനറൽ ബോഡി യോഗവും കുടുംബസംഗമവും ഒക്ടോബർ 18 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് കോത്തായ്മുക്കിൽ വെച്ച് നടക്കും. മണ്ണാൻ വണ്ണാൻ സമുദായ സംഘം പാടിയോട്ടുചാൽ ഏരിയ കുടുംബസംഗമം ഒക്ടോബർ 18 ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് പാടിയോട്ടുചാൽ വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ നടക്കും. കോറോത്ത് കൊടക്കൽ തറവാട് നവരാത്രി ആഘോഷം ഒക്ടോബർ 22, 23 തീയതികളിൽ നടത്തപ്പെടുന്നു. മാടായി വാടിക്കൽ കടവ് വ്യാസ സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ ഒക്ടോബർ 23 വെള്ളിയാഴ്ച രാവിലെ 11 മണിക്ക് വേദി ഓഫീസിൽ വെച്ച് ഗുരുവന്ദനം പരിപാടി സംഘടിപ്പിക്കുന്നു. ഇതോടനുബന്ധിച്ച് ഒക്ടോബർ 22 വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക് മാടായി പഞ്ചായത്ത് തലത്തിൽ ഹൈസ്കൂൾ UP സ്കൂൾ വിഭാഗം ക്വിസ് മത്സരം നടത്തുന്നു. തൃക്കരിപ്പൂർ മാടത്തിന് കീഴിൽ ശ്രീ വൈരജാത ക്ഷേത്രം കുടുംബസംഗമം ഒക്ടോബർ 18 ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ ക്ഷേത്രാങ്കണത്തിൽ നടക്കും. ഒക്ടോബർ 19 ബാലാലയ പ്രതിഷ്ഠയും നടക്കും. മുഴുവൻ കുടുംബാംഗങ്ങളും പങ്കെടുക്കണമെന്ന് പ്രസിഡന്റ് അറിയിക്കുന്നു. CMB പോളിറ്റ് ബ്യൂറോ അംഗമായിരുന്ന പി ബാലൻ മാസ്റ്റർ ചരമദിനമായ ഒക്ടോബർ 19 CMB പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സഹകരണ ആശുപത്രിയിലേക്ക് സൗജന്യ രക്തദാനവും രക്തദാന സമ്മതപത്രവും നൽകുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി പൂർത്തിയായി. പയ്യന്നൂർ നഗരസഭയിൽ 118 സ്ഥാനാർത്ഥികൾ. കലുങ്ക് നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നു. രാജഗിരി കാനംവയൽ റോഡിൽ ബസ് ഗതാഗതം നിലച്ചിട്ട് 1 മാസം. പയ്യന്നൂർ കാർണിവൽ സംഘാടക സമിതി ഓഫീസ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് C. കൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. മാതമംഗലം ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്തെയും ബസാറിലെയും കടകളിൽ നിന്നും ഹെൽത്ത് സ്ക്വാഡ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. പഴയങ്ങാടിയിൽ KSTP റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി ഓവുചാൽ ഉയർത്തിയത് വ്യാപാരികൾക്ക് ദുരിതമാവുന്നു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.